ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാവിലെ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ഉണ്ടല്ലോ, മോർണിംഗ് ടാസ്കിനകത്ത് ബിഗ് ബോസ് സിനിമയിലെ ഈ സീസൺ 7-നകത്തെ സിനിമ, ഇതൊരു ബിഗ് ബോസ് സിനിമയാണ്. ഈ സിനിമയിലെ നായകനെയും അതുപോലെ വില്ലനെയും പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞതാണ് കേട്ടോ. കറക്റ്റ് കാര്യമാണ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് കാര്യമാണ്. വില്ലനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ നായകനെയും തിരഞ്ഞെടുത്തത് കറക്റ്റായിട്ടാണ് ലക്ഷ്മി അവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ഒരുമാതിരിപ്പെട്ടവരെല്ലാം അനുമോളെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവിടെ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള നായകനായിട്ട് അനീഷിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, അതുപോലെ വില്ലനായിട്ട് ഷാനവാസിനെ. കറക്റ്റ് കാര്യമല്ലേ? കാരണം ഒരു കോമണറായിട്ട് കയറി ചെന്നിട്ട് അവിടുത്തെ ഒരു നായകനാ ഒരു പദവിയിലേക്ക് എത്തി നിൽക്കണം. അത്രയും ജനങ്ങളെ സപ്പോർട്ട്, വോട്ടിങ്ങും സപ്പോർട്ടും, കാരണം ഇത്രയും അന്ന് തൊട്ടുള്ള നോമിനേഷനകത്ത് അനീഷ് വരുന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയും ജനങ്ങളെ സപ്പോർട്ട് കിട്ടിയിട്ട്, കാരണം അത് അവർക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. കാരണം ഇത്രയും ദിവസത്തെ നോമിനേഷനിൽ വന്നിട്ട് പോലും, ഇത്രയും ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ട് പോലും അനീഷ് പോയിട്ടില്ല. അപ്പോൾ അവർക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ, ഒരു കോമണറായിട്ട് വന്നുള്ള ഒരു വ്യക്തി അവിടെ നിൽക്കണമെങ്കിൽ അയാൾ നായകൻ തന്നെ ആണ്. ലക്ഷ്മി പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. ബാക്കി എല്ലാവരും അനുമോളെ പറഞ്ഞു. അനുമോൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു ഒരാളാണ്. അപ്പോൾ അനുമോളെ ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ ഇവിടെ അനുമോളെയല്ല പറയേണ്ടത്, അനീഷിനെയാണ് പറയേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമണറായിട്ട് കയറിപ്പോയിട്ട് അത്രയും ആൾക്കാരെ സപ്പോർട്ട് കിട്ടി അവിടെ നിൽക്കണമെങ്കിൽ അവിടുത്തെ ഒരു നായകൻ, ബിഗ് ബോസിലെ ഒരു എന്ന സിനിമയിലെ നായകൻ അനീഷ് തന്നെയാണ് കേട്ടോ. അതിനകത്തൊരു സംശയമില്ല. ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്, സത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഷാനവാസിന്റെ കാര്യം പറഞ്ഞു, ഷാനവാസാണ് വില്ലൻ എന്ന് പറയുന്നുണ്ട്. കാരണം അത് ലക്ഷ്മി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനീഷുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നടിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടുന്ന സമയത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്യാതെ ആ ഒരു ഫ്രണ്ട്ഷിപ്പുമായിട്ട് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് നടിച്ച് കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തായിട്ടാണ് എനിക്ക് ഷാനവാസിന് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വില്ലനായിട്ട് ഷാനവാസിനെ കരുതുന്നതാണ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് കാര്യമല്ലേ? കറക്റ്റ് കാര്യമാണ്. ഇവിടെ അനീഷല്ല അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് പോയത്, ഷാനവാസാണ്. അനീഷിന്റെ ഗെയിം പൊളിക്കാൻ വേണ്ടിയിട്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അനീഷിന്റെ ഗെയിം പൊളിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് അങ്ങോട്ട് കയറി ചെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാണ്. എന്നിട്ട് ഈ ഷാനവാസ് എന്താണ് ചെയ്യുന്നത്? ആദിലയും നൂറയും അവരെ കൂട്ടത്തിൽ ചെന്നിരുന്നിട്ട് അനീഷിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നുണ്ട്. അനീഷ് പലതവണ, അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വീഴാതിരുന്ന ഒരു വ്യക്തിയാണ്. ലാലേട്ടൻ വന്ന എപ്പിസോഡ് അതാണ് ബിഗ് ബോസിന്റെ ഗെയിം. ബിഗ് ബോസ് ഇവരെ വിചാരം എന്താണ്? കണ്ടസ്റ്റൻസിന്റെ വിചാരം എന്താ? അവർ മാത്രമാണ് ഗെയിം കളിക്കുന്നത്? ഒരിക്കലും അല്ല. ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗെയിം കളിക്കും. ബിഗ് ബോസും പ്രേക്ഷകരെ കൊണ്ട് ഗെയിം കളിപ്പിക്കും. അതുപോലെ അവിടെ നിൽക്കുന്ന കോണ്ടസ്റ്റൻസിനെ കൊണ്ട് ഗെയിം കളിപ്പിക്കും. ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം കളിച്ചാണോ? ലാലേട്ടനെ കൊണ്ടൊന്ന് ഇട്ടുപിടിപ്പിച്ചാണോ? ഇട്ടുപിടിപ്പിച്ചാണിത്. അതിലേക്ക് അനീഷ് വീഡിയോയും ചെയ്ത്. കാരണം ലാലേട്ടൻ ഒന്ന് ബൂസ്റ്റും കൂടെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അനീഷ് ആ ഒരു അനീഷ് വിചാരിച്ച് ഫ്രണ്ട്ഷിപ്പ് വെളിയിൽ ഭയങ്കര ഹിറ്റാണെന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അനീഷ് അതിലേക്ക് വീണു. അതാണ് ബിഗ് ബോസിന്റെ ഗെയിം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അനീഷ് നിൽക്കണമായിരുന്നു. പക്ഷെ ഇവിടെ അനീഷിനെ കൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സത്യം പറഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചാണ്. ലാലേട്ടൻ വന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു, അത് അനീഷ് അതിലേക്ക് വീണു, വീണ്ടും ഒന്ന് ബൂസ്റ്റായി. ഫേക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ഇവർ രണ്ടുപേരെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് മനസ്സോടെ ലാലേട്ടൻ പറയുന്നത് കേട്ടിട്ടാണ് ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഇടയുണ്ടാക്കിയത്. അല്ലാതെ അനീഷിന്, കാരണം പുള്ളിക്കാരൻ ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. ഈ ഷാനവാസിന്റെ ഈ അമിതമായിട്ടുള്ള ഈ ഇടപെടൽ കാരണമാണ് അനീഷ് അതിലേക്ക് വീഴുകയും ചെയ്തത്. അത് എന്തായാലും ജനങ്ങൾ കണ്ടല്ലോ. അവർ രണ്ടിൻ്റെയും സത്യസന്ധമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറി ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തത് ഷാനവാസ് തന്നെയാണ്. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ നല്ലോണം അറിയും. കാരണം ഇവിടെ നടക്കുന്ന ഒരു കാര്യം അവിടെ ചെന്ന് പറയുക, അവിടെ ചെന്ന് പറഞ്ഞിട്ട് അതിനെ തിരിച്ച് വളച്ച് പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുന്ന ഒരു ശൈലിയൊക്കെ ഷാനവാസിനുണ്ട്. അത് ശരി, ഒരു ഗെയിമർക്ക് നല്ലതാണ്. ആ ഒരു ഗെയിമർക്ക് വേണ്ടെന്നല്ല വേണം. പക്ഷെ ചില സമയത്തൊക്കെ അത് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇവരെ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് അത് വേണ്ടായിരുന്നു. കാരണം ഈ ഷാനവാസ് തന്നെ അങ്ങോട്ട് കൊണ്ട് ഇടിച്ചു കയറ്റി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ എവിടെയും ചെന്നിരുന്ന് നമ്മൾ കാണുന്നത് രാത്രിയൊക്കെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. അവിടെ എവിടെയും ചെന്നിരുന്നിട്ട് ഈ അനീഷിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അനീഷ് പറയുന്ന കാര്യങ്ങൾ അവിടെ എവിടെയും ചെന്നിരുന്നിട്ട് മറ്റുള്ളവരെടുത്ത് പറഞ്ഞ് കുറ്റം പറയുന്ന, അനീഷിനെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു ഷാനവാസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പം ഇതിനകത്ത് ഈ ലക്ഷ്മി പറഞ്ഞത് 100% ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം മറ്റുള്ളവർക്കൊക്കെ അത് ചിന്തിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. കാരണം
അവരെല്ലാം നേരെ നായകൻ ഈ പറഞ്ഞിട്ടുള്ള നായിക അനുവാണ്, അതുപോലെ വില്ലൻ അക്ബറാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അത് പുറത്തൊരു സപ്പോർട്ട് ഇപ്പം വെളിയിൽ നിന്ന് ഇവരെ ഫാമിലി വന്നല്ലോ, ആ ഒരു ഫാമിലിയുടെ അടുത്തുനിന്ന് കിട്ടിയൊരു കാര്യങ്ങൾ വെച്ചിട്ട്, പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഇവർ അവിടെ സംസാരിച്ചത്. അല്ലാതെ അവിടെ നടക്കുന്ന ഗെയിമിന്റെ അടിസ്ഥാനത്തിലല്ല, ഗെയിം മനസ്സിലാക്കിയിട്ടല്ല, അവിടുത്തെ ഒരു ഇത് മനസ്സിലാക്കിയിട്ടല്ല മറ്റുള്ള ആൾക്കാർ സംസാരിച്ച് അവർ അവിടുന്ന് വന്നിട്ടുള്ള ഫാമിലിയിൽ നിന്ന് കിട്ടിയ ആർക്കാണ് സപ്പോർട്ട് ഉള്ള രീതിയിലൊക്കെ വെച്ചിട്ടാണ് അവർ സംസാരിച്ചത്. പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് ആ ടാസ്ക് മനസ്സിലാക്കി സംസാരിച്ചത് ലക്ഷ്മി മാത്രമാണ്. ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ അറിയാം, ഇപ്പം എനിക്ക് തോന്നുന്നു ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഷാനവാസ് അനീഷിനെ ഇത് പിടിച്ച് അടുപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവർ തമ്മിലുള്ളൊരു ഈ ആസിഫ് അലിയും ടീംസൊക്കെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ടല്ലോ. ആ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അനീഷിന്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ വെളിയിൽ ഭയങ്കര ഹിറ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഷാനവാസ് കുറച്ചുകൂടെ ഒന്ന് അനീഷിനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിലേക്ക് വീഴ്ത്താൻ നോക്കിയത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ അത് അന്ന് കണ്ടപ്പോഴേ ഞാൻ അതെനിക്ക് തോന്നിയതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്തൊക്കെയാണോ ഒന്ന് കമന്റ് ഇട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കുറെ ആൾക്കാർ കമന്റ് ഇട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്, ചങ്കാണ്, അവർ തമ്മിൽ ഇങ്ങനെ എന്തോ നെഗറ്റീവ് പറഞ്ഞ് സ്പ്രെഡ് ചെയ്യിപ്പിക്കില്ലേ, മറ്റേത് ചെയ്യിപ്പിക്കില്ലേ, മറിച്ച് ചെയ്യിപ്പിക്കില്ലേ, മാങ്ങാത്തൊലി തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റുമായിട്ട് വന്നായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ മനസ്സിലായല്ലോ. ഇതൊക്കെ ഞാൻ അന്നേ ഇതൊക്കെ ചിന്തിക്കുകയാണ്. ഇത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്. ഇത് അനീഷിനെ സത്യം പറഞ്ഞാൽ അനീഷിനെ പൊളിക്കാൻ വേണ്ടിയിട്ട്, അനീഷിന്റെ ഒറ്റയ്ക്കുള്ള ഒരു ഗെയിം പ്ലാനൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഷാനവാസ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ അവര് അനീഷിന്റെ ആ ഒരു വന്ന സ്റ്റാർട്ടിങ് എന്നുള്ളൊരു കുറച്ച് ഇതുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നുള്ളൊരു സ്ട്രാറ്റജി, അത് ഇതിന്റെ അവസാനം വരെ പോകത്തില്ല. കാരണം അത്രയാകുമ്പോഴത്തേക്ക് ആൾക്കാർ വെറുത്തു. പിന്നെ കുറച്ച് പോസിറ്റീവ് കൂടെ ആയിട്ടുണ്ട് ഷാനവാസ് കാരണം അവരൊരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോഴൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ അതിലൂടെ കുറച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അനീഷിനെ. കാരണം ഒന്ന് സോഷ്യലായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ മിണ്ടത്തുമില്ല, എടുക്കത്തുമില്ല. പുള്ളിക്കാരൻ്റെ രീതിയിലായിട്ട് സംസാരിക്കേണ്ട സമയത്ത് ഒന്ന് സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ കുറെ ആൾക്കാർക്ക് അതൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് റിപ്പീറ്റ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇപ്പം അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാമിലി വന്നതിന് ശേഷം, ബ്രദർ പറഞ്ഞതിന് ശേഷം, ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞതിന് ശേഷം വീണ്ടും അനീഷ് ആ ഒരു ട്രാക്കിലേക്ക് പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇടയ്ക്ക് ഇച്ചിരി വെറുപ്പീരുണ്ടെങ്കിലും, ഇങ്ങനെ റിപ്പീറ്റ് പറയുന്ന കാര്യങ്ങൾ വെറുപ്പീരുണ്ടെങ്കിലും ഓക്കെയാണ്, പുള്ളിക്കാരൻ ഓക്കെയാണ്. കാരണം ഒരു കോമണറായിട്ട് വന്നിട്ട് ഇത്രയും ദിവസം അവിടെ നിൽക്കണമെങ്കിൽ, ഈ 70-60 ദിവസം കഴിഞ്ഞു, 60 ദിവസം ഒരു കോമണർ അവിടെ നിൽക്കണമെങ്കിൽ അയാളെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. പുള്ളിക്കാരൻ എനിക്ക് അനീഷിന് ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് സീസൺ 1 തൊട്ട് 7 വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും വഴക്കുകളുണ്ടായിട്ടും വായിന്ന് ഒരു മോശ വാക്ക് പോലും വീണിട്ടില്ല. അതാണ് അനീഷിന്റെ ക്വാളിറ്റി. തെറിവാക്കോ അല്ലെങ്കിൽ ചീത്ത വാക്കോ, ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീകളോട് അപമര്യാദയായിട്ട്, പിന്നെ ഗെയിമിന്റെ പാർട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടും. അല്ലാതെ മോശ വാക്കുകൾ ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോരുന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഈ പറഞ്ഞിട്ടുള്ള പരദൂഷണം പറയാനോ ഒന്നിനും അനീഷ് നിന്നിട്ടില്ല. അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ കയറി വരട്ടെ, അതാണ് എനിക്കും പറയാനുള്ളത്. അപ്പം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.